Okay, so what is trace? If we extend a line, okay, if you are extending a line, if it touches either HP or VP, that line is said to have a trace. Okay, ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് അത് either HP ലോ അല്ലെങ്കിൽ VP ലോ VT ആണെങ്കിൽ you can say the line is having a trace. Okay, if it is having only trace on HP, that line will be parallel to the VP. Okay, or if a line is parallel to VP, it will not have vertical trace. Okay, and it will have only horizontal trace. Okay, so trace എന്ന് പറയുന്നത് എന്താ, ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു പ്ലെയിനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അതിനാണ് ട്രേസ് എന്ന് പറയുന്നത്. സോ എച്ച് പിയിലാണ് ലൈൻ മീറ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ട്രേസ് ഈസ് കോൾഡ് ഹൊറിസോണ്ടൽ ട്രേസ്. ഹൊറിസോണ്ടൽ ട്രേസ് ഓർ ഷോർട്ടായി നമ്മൾ എച്ച് പി എന്ന് ഡിനോട്ട് ചെയ്യും. ആൻഡ് if the line is meeting on vertical plane, so line extend ചെയ്തിട്ട് വി പിയിൽ ആണ് മീറ്റ് ചെയ്യുന്നത്, then that trace is known as vertical trace. ഷോർട്ട് ആയിട്ട് വി ടി എന്ന് ഡിനോട്ട് ചെയ്യും, vertical trace. Okay, so a line parallel to both HP and VP, ഒരു ലൈൻ എച്ച് പിക്ക് വി പിക്ക് പാരലൽ ആണെങ്കിൽ it will not have any trace. Okay, ഒറിജിനൽ ട്രേസ് ഉണ്ടാവില്ല, വെർട്ടിക്കൽ ട്രേസ് ഉണ്ടാവില്ല. സോ ഏതെങ്കിലും ഒരു ലൈൻ, ഏതെങ്കിലും ഒരു പ്ലെയിന് പാരലൽ ആണെങ്കിൽ ആ പ്ലെയിനിൽ ട്രേസ് ഉണ്ടാവില്ല ലൈനിന്. ഓക്കെ, ഇപ്പോൾ ലൈൻ പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു പി ആണെങ്കിൽ അതിന് ഹൊറിസോണൽ ട്രേസ് മാത്രമേ ഉണ്ടാവും, വെർട്ടിക്കൽ ട്രേസ് ഉണ്ടാവില്ല, ബിക്കോസ് ഇറ്റ് വിൽ നോട്ട് മീറ്റ് വെർട്ടിക്കൽ പ്ലെയിൻ. അതുപോലെ ലൈൻ പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു പി ആണെങ്കിൽ ഇഫ് യു എക്സ്റ്റെൻഡിങ് ദിസ് ലൈൻ ഇറ്റ് വിൽ മീറ്റ് ഓൺലി the vertical plane and it will not meet the horizontal plane. So that line will have only vertical trace, no horizontal trace. Okay, similarly a line inclined to HP and parallel to VP, parallel to VP ആണെങ്കിൽ and inclined to HP ആണെങ്കിൽ it will have only horizontal trace and no vertical trace. Okay, and a line which is inclined to VP and parallel to HP, VP ക്ക് inclined ആണ് but HP ക്ക് parallel ആണെങ്കിൽ it will have vertical trace but no horizontal trace. So അങ്ങനെയാണെങ്കിൽ ലൈൻ വിച്ച് ഈസ് പാരലൽ ടു, സോ എ ലൈൻ ഈസ് ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി ആണെങ്കിലോ, എ ലൈൻ വിച്ച് ഈസ് ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി ഇതുപോലെയുള്ള ഏരിയ. ഓക്കെ, അതിന് എങ്ങനെയായിരിക്കും ട്രേസ് ഉണ്ടാവുക? ഇറ്റ് വിൽ ഹാവ് ബോത്ത് എച്ച് ടി ആൻഡ് വി ടി. ഓക്കെ, ഒറിജിനൽ ട്രേസ് ഉണ്ടാവും, വെർട്ടിക്കൽ ട്രേസ് ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് നോക്കുക? അപ്പോൾ സപ്പോസ് ഇതാണ് ലൈൻ, അപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇത് എച്ച് പിയിൽ മീറ്റ് ചെയ്തു. ഓക്കെ, സോ horizontal trace കിട്ടി. Now further if you are extending this line, okay, ഇത് ഇനി എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇത് എച്ച് പി പിയേഴ്സ് ചെയ്തിട്ട് എച്ച് പി തുളച്ചിട്ട് ഇതിന്റെ അടിയിലൂടെ പിന്നെയും ഫർദർ എക്സ്റ്റെൻഡ് ചെയ്യണം. ഫർദർ എക്സ്റ്റെൻഡ് ചെയ്താൽ ഫൈനലി ഇറ്റ് വിൽ മീറ്റ് വെർട്ടിക്കൽ പ്ലെയിൻ. ഓക്കെ, വെർട്ടിക്കൽ പ്ലെയിനിൽ മീറ്റ് ചെയ്യും. അപ്പോൾ അല്ല ഇതിന്റെ ഓറിയന്റേഷൻ വേറെ ടൈപ്പിലാണെങ്കിൽ അല്ലെങ്കിൽ പൊസിഷൻ വേറെ ടൈപ്പിലാണെങ്കിൽ, സപ്പോസ് ലൈക്ക് ദിസ് ഇതുപോലെയാണെങ്കിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വി പിയിൽ മീറ്റ് ചെയ്തു. ഓക്കെ, സോ വെർട്ടിക്കൽ ട്രേസ് ഓൾറെഡി കിട്ടി. നൗ ഫർദർ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം. സോ വീട്ടിൽ കഴിഞ്ഞിട്ട് പിന്നെയും ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഫൈനലി ഇറ്റ് വിൽ മീറ്റ് ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓൾസോ. ഓക്കെ, സോ ഇറ്റ് വിൽ ഹാവ് ഹൊറിസോണ്ടൽ ട്രേസ് ഓൾസോ. സോ എ ലൈൻ ഇൻക്ലൈൻഡ് ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി വിൽ ഹാവ് ബോത്ത് ഹൊറിസോണ്ടൽ ട്രേസ് ആൻഡ് വെർട്ടിക്കൽ ട്രേസ്. സോ ഈ ട്രേസ് നമ്മൾ ഈ പ്ലെയിൻസ് റെഫറൻസ് പ്ലെയിൻസ് ഇറ്റ്സ് ഇൻഫിനിറ്റ് ആയിട്ട് നമ്മൾ എസ്യൂം ചെയ്യണം. ഓക്കെ, ഈ കാണുന്നത് മാത്രമല്ല വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും ഇൻഫിനിറ്റ് ആയിട്ട് നമ്മൾ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതായിട്ട് നമ്മൾ എസ്യൂം ചെയ്യണം. Okay, so somewhere the line will meet on horizontal plane and vertical plane when it is inclined to both HP and VP, and if you are extending the line, somewhere that line will meet the horizontal plane and vertical plane. So a line inclined to both HP and VP is said to have both horizontal trace and vertical trace. Okay, now how to mark the traces on a figure? Okay, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ നമ്മൾ ട്രേസ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഒരു ലൈൻ ട്രേസ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാനുള്ള നെക്സ്റ്റ് പറയുന്നത്. So first നമുക്ക് a line inclined to HP and parallel to VP consider ചെയ്യാം. Line inclined to HP and parallel to VP. Line inclined to HP and parallel to VP in the first quadrant. Front view will give the true length and
top view will be parallel to the xy line. ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചുള്ളത്? A line inclined to HP and parallel to VP ആണെങ്കിൽ top view will be parallel to the xy line and front view will be having true length and inclination of the line with HP we can see in the front view. Okay, theta. In this case, to find the horizontal trace, what you have to do is extend the front view. Okay, extend the front view until it meets the xy line. Okay, and extend the front view until it meets the xy line. Extend the top view also. Okay, ഈ extend ചെയ്യുന്നത് thin lines ആയിരിക്കണം, continuous thin line ആയിരിക്കണം. Now draw a line perpendicular to the xy line from this point. അതായത് ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് xy ലൈനിൽ മീറ്റ് ചെയ്ത പോയിന്റ് draw a perpendicular to the xy line to meet extended line from top view. Top view extended line meet ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ലൈൻ ഡ്രോപ്പ് ചെയ്യാം. This intersecting point represents the horizontal trace HT. Okay, ക്ലിയർ ആണല്ലോ എങ്ങനെ ചെയ്യുന്നത്? ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യാം until it meets the xy line. Extend the top view also. Okay, അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഞാൻ ഈ സൈഡിൽ എക്സ്റ്റെൻഡ് ചെയ്യാത്തത് കാരണം വെച്ചാൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കണം എന്ന് വെച്ചാൽ ഈ പെർപെൻഡിക്കുലർ ഈ ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എക്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ അത് ഈ എക്സ്റ്റെൻഡ് ടോപ്പ് എക്സ്റ്റെൻഡ് ലൈനിൽ മീറ്റ് ചെയ്യണം. സോ അതുകൊണ്ട് ഞാൻ ഈ ഡയറക്ഷനിലാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. സോ ആ ലൈനിലേക്ക് നമ്മൾ ഫ്രം ദിസ് പോയിന്റ് ഡ്രോ എ പെർപെൻഡിക്കുലർ. ദാറ്റ് ഇന്റർസെക്റ്റിംഗ് പോയിന്റ് will represent the horizontal trace. Okay, clear ആണോ? Similarly, to find, so in this case there will not be VT, don't have vertical trace ഉണ്ടാവില്ല because the line is parallel to VP. Line is parallel to VP. Okay, line parallel to VP ആകുമ്പോൾ top view will be parallel to xy line. So in this case there will be no VT, vertical trace. Okay. Another case consider when a line is inclined to VP, okay, and parallel to HP. A line inclined to VP and parallel to HP will have front view parallel to the xy line and which is having a shorter length, reduced length, actual length ഉണ്ടാവില്ല, and top view will represent true length. Also we can see the true inclination of the line with VP in the top view. Okay, so this is the orthographic version of a line when it is inclined to VP and parallel to HP. Front view will be parallel to the xy line. Top view will give the true length and inclination of the line with VP. Okay, front view length shorter length ആയിരിക്കും, true length ആയിരിക്കില്ല. So in this case there will be vertical trace. Okay, line is inclined to VP. Line inclined to VP ആവുമ്പോൾ ഞാൻ പറഞ്ഞു there will be vertical trace and there will be no horizontal trace when this if this line is parallel to HP. Okay, so ഇവിടെ parallel to HP ആണ്, so there will be no horizontal trace. So ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് ഈ ചെയ്ത മെത്തേഡ് ആണ് extend the top view. Okay, extend the top view until it meets the xy line. Extend the top view until it meets the xy line. Okay, now extend the front view also. Front view extend. Okay, now draw a perpendicular from this point. At xy line meet ചെയ്ത പോയിന്റ് ഒരു xy ലൈൻ ഒരു പെർപെൻഡിക്കുലർ വരിക. ശ്രദ്ധിക്കുക, നമ്മൾ വരയ്ക്കുന്നത് xy ലൈനിന് പെർപെൻഡിക്കുലർ ആണ്, അല്ലാതെ ടോപ്പ് വ്യൂവിന് പെർപെൻഡിക്കുലർ അല്ല. അപ്പൊ അത് ഈ കേസിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഫ്രണ്ട് വ്യൂവിന് പെർപെൻഡിക്കുലർ അല്ല, പക്ഷേ ഈ കേസിൽ പെർപെൻഡിക്കുലർ വരുന്നുണ്ട്, പക്ഷെ എല്ലാ കേസിലും നമുക്ക് അത് പറയാൻ പറ്റില്ല. സോ നിങ്ങൾ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് എപ്പോഴും ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു ദ xy line. Okay, now this intersecting point represents vertical trace of the line. Okay, so എന്താ ടോപ്പ് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്തു, xy line മീറ്റ് ചെയ്യുന്ന എക്സ്റ്റെൻഡ് ചെയ്തു. From that meeting point draw a perpendicular in the upward direction. Extend the front view also to be in this line. That meeting point will represent the vertical trace of the line.
ഓക്കെ, ക്ലിയർ ആണോ? പറഞ്ഞ ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണോ? ഹലോ, ഓക്കെ. സോ ലൈൻ ഇൻക്ലൈൻ ടു വൺ പ്ലെയിൻ പാരലൽ ടു ദ അതർ ആണെങ്കിൽ ഇതുപോലെയാണ് ട്രേസ് വരിക. നൗ സപ്പോസ് എ ലൈൻ ഈസ് ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി. ഓക്കെ, ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഇറ്റ് വിൽ ഹാവ് ബോത്ത് ഹൊറിസോണ്ടൽ ട്രേസ് ആൻഡ് വെർട്ടിക്കൽ ട്രേസ്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് എങ്ങനെ ഇതിന്റെ ട്രേസ് കണ്ടുപിടിക്കാനുള്ളത് നെക്സ്റ്റ് പറയുന്നത്. ലിസൺ, നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റിലൊക്കെ നമ്മൾ സാധാരണ യൂണിവേഴ്സിറ്റി എക്സാമിന് അപ്പാർട്ട് ഫ്രം ഡ്രോയിങ് ദ ഓർത്തോഗ്രാഫിക് വേർഷൻ ഓഫ് എ ലൈൻ നമുക്ക് അഡീഷണൽ ആയിട്ട് മാർക്ക് ദ ട്രേസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടാവും അതിന്റെ കൂടെ. ഓക്കെ, ഇതുവരെ ചെയ്ത ക്വസ്റ്റിന്റെ കൂടെയൊക്കെ ചില കേസിൽ ഒരു മാർക്ക് ദ ട്രേസസ് ഓഫ് ദ ലൈൻ ഓൾസോ എന്നുള്ള ഇതുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ട്രേസ് കണ്ടുപിടിക്കുന്നത്. അതിനൊരു 3 to 4 marks ഉണ്ടാവും for marking the traces. So a line inclined to both horizontal plane and vertical plane in the actual front view and top view, it will be like this. Okay, so ഇതൊക്കെ ഞാൻ ഫസ്റ്റ് പോയിന്റുള്ളതായിട്ട് അസ്യൂം ചെയ്യുന്നത്. Front view and top view. This is the actual front view and actual top view. Okay, true length അല്ല, ട്രൂ ലെങ്ത് ലൈൻ അല്ല. ഓക്കെ, ട്രൂ ലെങ്ത് ലൈൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ലൈൻ റൊട്ടേഷന് ശേഷം കിട്ടുന്നതാണ് ട്രൂ ലെങ്ത് അല്ലെ. റൊട്ടേറ്റ് ചെയ്ത് പാരലൽ ടു എച്ച് പി ഓർ വി പി ആക്കുമ്പോഴാണ് നമുക്ക് എ ഡാഷ് ബി വൺ ഡാഷോ അല്ലെങ്കിൽ എ ബി ടു ഒക്കെ കിട്ടുന്നത്. സോ ദിസ് ആക്ച്വലി റെപ്രസെന്റ് ദ ആക്ച്വൽ ഫ്രണ്ട് വ്യൂ ആൻഡ് ആക്ച്വൽ ടോപ്പ് വ്യൂ വിച്ച് ഇസ് ഹാവിംഗ് എ റെഡ്യൂസ്ഡ് ലെങ്ത്. ഇവിടെ എ ഡാഷ് ബി ഡാഷ് എ ബി അതാണ് ഉദ്ദേശിക്കുന്നത് ഈ റൈറ്റ് സൈഡിലുള്ള ഫിഗറിനത്. സോ നമ്മൾ ട്രേസസ് വരയ്ക്കുന്ന സമയത്ത് ഇത് മാത്രമേ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. ട്രൂ ലെങ്ത് ലൈൻ നമ്മൾ അത് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ട്രൂ ലെങ്ത് ലൈൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട. Okay, just actual front view and actual top view, not true length line. So to find the trace, നമുക്ക് ആദ്യം ഹൊറിസോണൽ ട്രേസ് നോക്കാം. നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് തന്നെ. എന്താണ് extend the front view. Okay, to find HT നമ്മൾ നേരത്തെ എന്താ ചെയ്തത്, extend the front view until it meets the XY line. Okay, ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് XY line മീറ്റ് നേരെ. പിന്നെ അവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഏത് ഡാഷിൽ ടു കട്ട് ദ എക്സ്റ്റൻഡ് ലൈൻ ഫ്രം ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂ എക്സ്റ്റൻഡ് ലൈനിൽ കട്ട് ചെയ്യുന്ന വിധത്തിൽ ആണ് നമ്മൾ പെർപെൻഡിക്കുലർ വെച്ചത്. സോ ശ്രദ്ധിക്കുക, extend the front view, okay, until meets the XY line. Now extend the top view also. Okay, top view ഈ ഒരു ഡാഷിൽ എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് XY ലൈനിൽ മീറ്റ് ചെയ്ത പോയിന്റ് ഒന്ന് draw a perpendicular to the XY line, draw a perpendicular to the XY line to cut the extension from the top view. Top view ന്റെ extension cut ചെയ്യുന്ന വിധത്തിലാണ് നമ്മൾ വരച്ചത്. So this point will represent horizontal trace HT. Okay, നേരത്തെ ചെയ്ത് അതുപോലെ തന്നെ ചെയ്തു. ഓക്കെ, നേരത്തെ ടോപ്പ് വ്യൂ പാരലൽ ടു XY line ആണെന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായുള്ളൂ. ഇവിടെ പക്ഷേ ടോപ്പ് വ്യൂ ഇൻക്ലൈൻ ടു ദ XY line ആണ്. സോ എന്തായാലും നമ്മൾ ടോപ്പ് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യുക, അതിലേക്ക് ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്ത് XY line മീറ്റ് ചെയ്ത പോയിന്റിന് ഒരു പെർപെൻഡിക്കുലർ XY line പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈന് വരിക. Now this intersecting point will represent horizontal trace. Now to get the vertical trace of the line, രണ്ടാമത് പറഞ്ഞ എന്തായിരുന്നു, ലൈൻ ഇൻക്ലൈൻ ടു VP and parallel to HP ആവുന്ന സമയത്ത് നമ്മൾ വെർട്ടിക്കൽ ട്രേസ് ഇട്ട് എന്ത് ചെയ്തത്, ടോപ്പ് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, until it meets the XY line. ടോപ്പ് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് XY line മീറ്റ് ചെയ്യുന്നവരെ എക്സ്റ്റെൻഡ് ചെയ്തു. സോ അത് ഓൾറെഡി ഇവിടെ മീറ്റ് ചെയ്തിട്ടുണ്ട്. Now from that point we have to draw a perpendicular to cut the extension from the front view. അപ്പോൾ ഞാൻ ഇവിടെ എക്സ്റ്റൻഷൻ ഫ്രണ്ട് വ്യൂവിന്റെ എക്സ്റ്റൻഷൻ ഇതുവരെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്.
ഞാൻ ഇനി ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ താഴേക്ക് വരച്ചാലോ മുകളിലേക്ക് വരച്ചാലോ ഈ വരച്ച ലൈനിൽ അത് മീറ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഫർദർ ഈ ഫ്രണ്ട് വ്യൂവിന് എക്സ്റ്റെൻഡ് ചെയ്യണം. സോ ഫ്രണ്ട് വ്യൂ ഫർദർ എക്സ്റ്റെൻഡ് ചെയ്യാം. Okay, now you can draw a line from this meeting point in the downward direction. Okay, top view extend ചെയ്ത് x line meet ചെയ്ത പോയിന്റ് downward direction ലൈൻ വരച്ചാൽ അത് ഈ front view extend ലൈനിൽ മീറ്റ് ചെയ്യും. Now that will represent the vertical trace of the line. So നേരത്തെ നമുക്ക് vertical trace കിട്ടിയത് x ലൈനിന്റെ മുകളിലായിരുന്നു, ഇവിടെ കിട്ടിയത് x ലൈനിന്റെ താഴെയാണ്. Okay, so the position of HT and VT അത് എപ്പോഴും ചേഞ്ച് കൊണ്ടിരിക്കും. That completely depends upon the inclination of front view and top view with XY line. Front view and top view inclination അനുസരിച്ചിട്ട് the position of VT and HT will be different. Either both will be above X line or both below X line, or HT above X line, VT below X line, or VT above X line, HT below X line. അങ്ങനെയൊക്കെ വരാം, എല്ലാം പോസിബിൾ ആണ്. ഓൾസോ both HT and VT on single point on X line അതും പോസിബിൾ ആണ്. ഓക്കെ, HT യും VT യും രണ്ടും X ലൈനിൽ ഒറ്റ ഒരു സിംഗിൾ പോയിന്റിൽ മീറ്റ് ചെയ്യാൻ അങ്ങനെയും വരാം, അതും പോസിബിൾ ആണ്. So what you have to do is follow the procedure to get the actual position. Procedure എന്ന് പറഞ്ഞാൽ എന്താ? What is the procedure? To get the horizontal trace, extend the front view until it meet the X line. Okay, now extend the top view also. Okay, now from this meeting point, അതായത് front view extend ചെയ്ത് X line meet ചെയ്ത point, draw a perpendicular to the X line to cut the extended line from top view. So that point will indicate horizontal trace. And now to get the vertical trace, extend the top view to the X line. അപ്പോൾ ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്ത് X line മീറ്റ് ചെയ്ത് അവിടെ പോയിന്റ് മാർക്ക് ചെയ്യാം. Now you have to draw a perpendicular to cut the extension from front view. So front view നമുക്ക് ആദ്യം എക്സ്റ്റെൻഡ് ചെയ്ത് നീട്ടുക. ഏത് ഡയറക്ഷനിലാണ് ഫ്രണ്ട് വ്യൂ വരിക അതിനനുസരിച്ച് വേണം ഈ എക്സ് വൈൻ്റെ പെർപെൻഡിക്കുലർ വരയ്ക്കാൻ. ചില കേസിൽ അത് ഈ ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്ത് ചിലപ്പം ഇതിലൂടെ മുകളിലൂടെ വരുന്നതെങ്കിൽ നമുക്ക് പെർപെൻഡിക്കുലർ മുകളിലേക്ക് വരേണ്ടി വരും. അപ്പോൾ ആ ഒരു കേസ് കൂടി ഞാൻ പറയാം, ഒന്നും കൂടെ ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിന്റെ പൊസിഷൻ നമുക്ക് പല ടൈപ്പിൽ മാറി വരാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു പോസിബിലിറ്റി വെച്ച് നെക്സ്റ്റ് ഒരു ഫിഗർ ഞാൻ പറയാം. Okay, A dash, B dash, AB വരച്ചിട്ടുണ്ട്. To get the vertical trace, sorry, horizontal trace, നമ്മൾ എന്താണ് ചെയ്യുന്നത്? To get the horizontal trace എന്താ ചെയ്യേണ്ടത്? Front view extend ചെയ്യണം അല്ലേ? So extend the front view. Front view extend ചെയ്യും. Okay, from this meeting point we have to draw a perpendicular to the X line. Okay, ഞാനൊരു പെർപെൻഡിക്കുലർ താഴേക്ക് വരയ്ക്കുകയും ചെയ്യും. ഓക്കെ, ഈ പെർപെൻഡിക്കുലർ ഏതിനാണ് മീറ്റ് ചെയ്യേണ്ടത്? ടോപ്പ് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്ത ലൈനാണ് മീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നൗ ടോപ്പ് വ്യൂ ഇതാണ്. അപ്പോൾ ഞാൻ ടോപ്പ് എന്നൊരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യും, ഇവിടെ ടോപ്പ് എന്നൊരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, ഇതെങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു? കാരണം വെച്ചാൽ ഇത്രയും എക്സ്റ്റെൻഡ് ചെയ്താൽ മാത്രമേ ഇവിടെ നിന്നുള്ള ഈ പോയിന്റ് പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ മീറ്റ് ചെയ്യും. ഇവിടെ നിന്ന് താഴേക്ക് വരയ്ക്കുമ്പോൾ അതിൽ മീറ്റ് ചെയ്യില്ലല്ലോ. സോ യു ഹാവ് ടു ഡ്രോ ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. സോ depending upon this extended line, you have to mark either in the downward direction or in the upward direction. Okay, ഇവിടെ upward direction വരച്ചാൽ മാത്രമേ അതിൽ മീറ്റ് ചെയ്യുള്ളൂ. So this point represents horizontal trace, HT. Okay, so now here HT is above X line. Okay, നേരത്തെ below X line ആയിരുന്നു. So നമ്മൾ ജസ്റ്റ് പ്രൊസീജിയർ മാത്രം ഫോളോ ചെയ്യുക. ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യുക, X line മീറ്റ് ചെയ്യുന്നവരെ എക്സ്റ്റെൻഡ് ചെയ്യുക. Now also extend the top view. പിന്നെ എന്ത് ചെയ്യണം? ഈ എക്സ് വൈ മീറ്റ് ചെയ്ത പോയിന്റ് ഒരു പെർപെൻഡിക്കുലർ എക്സ് വൈ ലൈൻ ഒരു പെർപെൻഡിക്കുലർ വരിക ടു ക്രോസ് ദ extended line from top view. Okay, so this meeting point will be horizontal trace. Now to get the vertical trace എന്താണ് ചെയ്യേണ്ടത്? ടോപ്പ് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യണം അല്ലെ? ടോപ്പ് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യാം.
ഇത് ഓൾറെഡി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എക്സ്പെരിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോയിന്റിലാണ് മീറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ടോപ്പ് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്പെരിൽ മീറ്റ് ചെയ്ത പോയിന്റ് ഒരു പെർപെൻഡിക്കുലർ വരക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ആ പെർപെൻഡിക്കുലർ ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്ത ലൈനിൽ മീറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ ഇവിടെ നമ്മൾ താഴേക്ക് പെർപെൻഡിക്കുലർ വരച്ചിട്ട് കാര്യമില്ലല്ലോ, ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്ത ലൈനിൽ മീറ്റ് ചെയ്യില്ല. ഫ്രണ്ട് വ്യൂ ഓൾറെഡി എക്സ്റ്റെൻഡ് ചെയ്ത ലൈൻ ഇവിടെ ഉണ്ട്. സോ അതിൽ മീറ്റ് ചെയ്യുന്ന വിധത്തിൽ in the upward direction നമ്മൾ perpendicular to the x line വരിക. Now this point represents vertical trace of the line. Okay ആണോ, ക്ലിയർ അല്ലേ പറഞ്ഞത്? Is it clear? Clear. Okay. എല്ലാവർക്കും ക്ലിയർ ആണോ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി, ഇതാണ് നിങ്ങളുടെ പ്രോബ്ലം ചെയ്തിരിക്കും. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ട്രേസ് മാർക്ക് ചെയ്യണം. ഈ ഒരു കേസിൽ ട്രേസ് മാർക്ക് ചെയ്യണം. എങ്ങനെ മാർക്ക് ചെയ്യാം? ഇവിടെ ലൈൻസ് എ ഡാഷ് ബി ഡാഷ് പുറമെ എ ഡാഷ് ബി വൺ ഡാഷ് ഉണ്ട്, എ ബി ടു ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ എങ്ങനെ മാർക്ക് ചെയ്യും? ഞാൻ പറഞ്ഞു, നിങ്ങൾ വേറെ ഒന്നും ശ്രദ്ധിക്കാൻ പാടില്ല. ജസ്റ്റ് എ ഡാഷ് ബി ഡാഷ്, ആക്ച്വൽ ഫ്രണ്ട് വ്യൂ ആൻഡ് ആക്ച്വൽ ടോപ്പ്, അത് മാത്രമേ ശ്രദ്ധിക്കാൻ പാടുള്ളൂ. ഓക്കെ, ആക്ച്വൽ ഫ്രണ്ട് വ്യൂ എ ഡാഷ് ബി ഡാഷ് ആണ്. സോ എ ഡാഷ് ബി ഡാഷ് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, എ ഡാഷ് ബി ഡാഷ് ആണ് എക്സ്റ്റെൻഡ് ചെയ്തത്. അപ്പൊ ഇതിന് കറക്റ്റ് ആയിട്ട് വേണം നിങ്ങൾ സ്കെയിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിന് കറക്റ്റ് ആയിട്ട് സ്കെയിൽ വെക്കുക എ ഡാഷ് ബി ഡാഷിന്. എന്നിട്ട് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാം ടു മീറ്റ് ദ എക്സ് ലൈൻ. പിന്നെ ടോപ്പ് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യാം. ടോപ്പ് വ്യൂ എ ബി, ഇതാണ് ട്രൂ ലെങ്ത് ലൈൻ അല്ല, ഇതാണ് ടോപ്പ് വ്യൂ. സോ അതെങ്ങനെ പോകും? ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഫർദർ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. എന്നാലും മാത്രമേ ഈ ഫ്രണ്ട് വ്യൂ എക്സ്പെരിൽ മീറ്റ് ചെയ്ത പോയിന്റ് പെർപെൻഡിക്കുലർ വരച്ചാൽ അതിൽ മീറ്റ് ചെയ്യും. സോ നൗ ദിസ് ഫോംസ് ദ ഹൊറിസോണ്ടൽ ട്രേസ്. ആൻഡ് വെർട്ടിക്കൽ ട്രേസ് എന്ന് പറഞ്ഞാൽ എന്താ? ടോപ്പ് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എക്സ് ലൈനിൽ മീറ്റ് ചെയ്ത പോയിന്റ് ഒരു പെർപെൻഡിക്കുലർ വരിക. അതിപ്പോൾ ഇവിടെ അപ്വേർഡ് ഡയറക്ഷനിൽ മീറ്റ് ചെയ്താൽ മാത്രമേ, അപ്വേർഡ് ഡയറക്ഷനിൽ വരച്ചാൽ മാത്രമേ ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്ത ലൈനിൽ മീറ്റ് ചെയ്യും. സോ നൗ ദിസ് ഇന്റർസെക്ഷൻ പോയിന്റ് indicates the vertical trace of the line. Okay, so ഇവിടെ നമുക്ക് തൊട്ടുമുമ്പ് വരച്ച പോലെയാണ് ഇവിടെ കിട്ടിയത് ട്രേസ്. സോ ഇതിന്റെ പൊസിഷൻ ഞാൻ പറഞ്ഞല്ലോ, റിലേറ്റീവ് ആയിട്ട് അത് എങ്ങനെ മാറി വരാം. ബോത്ത് എബോ എക്സ് ലൈൻ, ബോത്ത് ബിലോ എക്സ് ലൈൻ, എച്ച് ടി എബോ എക്സ് ലൈൻ, വി ടി ബിലോ എക്സ് ലൈൻ, അല്ലെങ്കിൽ തിരിച്ചും വരാം, എങ്ങനെ വേണമെങ്കിലും വരാം. നൗ നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ ട്രേസ് കണ്ടുപിടിക്കാൻ പറ്റുമോ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ വരച്ച പ്രോബ്ലത്തിലൊക്കെ, അത് അസൈൻമെന്റ് ഇത് പിന്നെ അസൈൻമെന്റ് ആയിക്കോട്ടെ, അല്ല ഹോംവർക്ക് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എല്ലാത്തിലും നിങ്ങൾ ട്രേസ് കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ അത് മാത്രമല്ല, തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൽ ട്രേസ് വരക്കാൻ പറ്റും നോക്കി. തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൽ ട്രേസ് എങ്ങനെ കിട്ടും നോക്കാം. ഇപ്പൊ തന്നെ നോക്കാം. സോ ഇതിന്റെയൊക്കെ നോട്ട്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. നിങ്ങൾക്ക് അതിൻ്റെ അത് കോപ്പി ചെയ്യാം. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അത് വായിച്ചു നോക്കാം. ഓക്കെ, ഇപ്പൊ ചെയ്ത പ്രോബ്ലത്തിൽ അത് ട്രേസ് നോക്കി കേട്ടോ. ജസ്റ്റ് ഫസ്റ്റ് പീരീഡും ചെയ്ത പ്രോബ്ലത്തിൽ അത് ട്രേസ് മാർക്ക് ചെയ്തു. എല്ലാവരും മാർക്ക് ചെയ്തോ?
ഇതുപോലെയാണ് നേരത്തെ പ്രോബ്ലത്തിൽ ഉണ്ടാവുക അല്ലെ കിട്ടിയത്. ആരെങ്കിലും എച്ച് ടി കിട്ടിയിട്ടുണ്ടോ? ആർക്കെങ്കിലും എച്ച് ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൊസിഷൻ എവിടെയായിരിക്കും പറയാം. വേർ വിൽ ബി എച്ച് ടി? കമന്റ് ചെയ്യട്ടോ. ഈ കേസിൽ എച്ച് ടി എവിടെയാണ് വരിക? യെസ്, ഓക്കെ. അപ്പൊ കുറച്ച് ആൾക്കാർക്ക് സംഭവം ക്ലിക്ക് ആയിട്ടുണ്ട് അല്ലേ, ക്ലിയർ ആയിട്ടുണ്ട്. ഇവിടെ എച്ച് ടി എയിൽ തന്നെയാണ് വരിക. ടോപ്പ് വ്യൂ, ടോപ്പ് വ്യൂ എന്റെ പൊസിഷനിലാണ് വരിക. അതെങ്ങനെയാണെന്ന് നോക്കുക. ഇവിടെ നോക്കുക, ഫ്രണ്ട് വ്യൂ നമ്മൾ എച്ച് ടി കാണാൻ ചെയ്യുന്നത് ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എക്സ് വൈ ലൈൻ മീറ്റ് ചെയ്യുന്ന ഒരു എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞു. നോ എ ഡാഷ് ഈസ് ഓൾറെഡി ഓൺ എക്സ് വൈ ലൈൻ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഇതിന് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ദിസ് ഈസ് ഓൾറെഡി ടച്ചിങ് ദ എക്സ് വൈ ലൈൻ. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്യാതെ തന്നെ ഒരു ടച്ച് ചെയ്തിട്ടുള്ളത്. നൗ യു ക്യാൻ ഡ്രോ എ പെർപെൻഡിക്കുലർ ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷനിൽ വരയുന്ന സമയത്ത് ടോപ്പ് വ്യൂ എ ബിക്ക് അത് എയിൽ തന്നെ മീറ്റ് ചെയ്യും. ടോപ്പ് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യാതെ തന്നെ അത് എയിൽ മീറ്റ് ചെയ്യും. സോ ദിസ് പോയിന്റ് റെപ്രസെന്റ്സ് എച്ച് ടി. ഓക്കെ, ആ പോയിന്റ് തന്നെയാണ് എച്ച് ടി വരിക. ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എക്സ് വൈ ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഒരു പെർപെൻഡിക്കുലർ വരക്കാനാണ് പറഞ്ഞത്. ടോപ്പ് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്ത ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എച്ച് ടി എന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ നമുക്ക് ടോപ്പ് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട, ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട. അത് ഓൾറെഡി നമുക്ക് ഈ പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അത് ഡയറക്റ്റ് എയിൽ തന്നെയാണ് വന്ന് മീറ്റ് ചെയ്യുന്നത്. സോ എച്ച് ടി വിൽ ബി ഓൺ എ ഇറ്റ് സെൽഫ്. ഓക്കെ, നൗ ടു ഗെറ്റ് ദ വി ടി എന്ത് ചെയ്യണം? അത് നമ്മൾ സാധാരണ ചെയ്യുന്നത് ചെയ്യണം. ടോപ്പ് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യാം. ടോപ്പ് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ടോപ്പ് വ്യൂ. അപ്പോൾ അതിലൂടെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാം until it meets the എക്സ് വൈ ലൈൻ. എക്സ്റ്റെൻഡ് ചെയ്തു. നൗ ഇൻ ദ ഡൗൺവേർഡ്, ഇത് ഫ്രണ്ട് വ്യൂ നമ്മൾ ഓൾറെഡി ഇതുവരെയല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് എക്സ്റ്റെൻഡ് ചെയ്താൽ മാത്രമേ ടോപ്പ് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്ത ലൈൻ മീറ്റ് ചെയ്യൂ. സോ ഇനി ഈ ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ഫ്രണ്ട് വ്യൂ ഇതേ ലൈനിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ആ ലൈനിൽ മീറ്റ് ചെയ്യുന്ന വിധത്തിൽ ഫ്രം ദിസ് പോയിന്റ് ഡ്രോ എ പെർപെൻഡിക്കുലർ. താഴേക്ക് വരച്ചാൽ മാത്രമേ അതിൽ മീറ്റ് ചെയ്യുള്ളൂ. സോ ദിസ് റെപ്രസെന്റ്സ് വി ടി. ഓക്കെ, ദിസ് ഈസ് വി ടി. ടോപ്പ് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ് ലൈനിൽ മീറ്റ് ചെയ്ത പോയിന്റ് നിന്ന് ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്ത ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ദാറ്റ് ഇന്റർസെക്റ്റിംഗ് പോയിന്റ് വിൽ ബി വെർട്ടിക്കൽ ഫേസ്. ഓക്കെ, അപ്പൊ ഇതുപോലെ എല്ലാ പ്രോബ്ലമിലും നിങ്ങൾ ട്രേസ് കാണാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഇവിടെ. Okay, position of VT on XY line is denoted as V and position of HT on XY line is denoted as H dash. Okay, ഇതും കൂടെ ഒന്ന് ആലോചിച്ചു. ഓക്കെ, അല്ലെങ്കിൽ വി ടിക്ക് നേരെ മുകളിൽ എക്സ് വൈ ലൈനിലുള്ള പോയിന്റ് അത് നമ്മൾ വി ഡെനോട്ട് ചെയ്യും. എച്ച് ടിക്ക് നേരെ മുകളിൽ എക്സ് വൈ ലൈനിലുള്ള പോയിന്റിനെ നമ്മൾ എച്ച് ഡാഷ് ഡെനോട്ട് ചെയ്യും. ഓക്കെ, സോ ഇത് ശ്രദ്ധിക്കുക. ഇതെന്താ ഇങ്ങനെ ഇത് എച്ച് ഡാഷ് ഇത് വി എന്ന് മാർക്ക് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ എച്ച് ഡാഷ് ഈസ് ആക്ച്വലി the front view of horizontal trace and VT is so V is actually top view of vertical trace. Okay, നോട്ട് പറയാം. H dash is actually the front view of horizontal trace and V is small letter V is the top view of vertical trace. Okay, അത് നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ അതൊന്നും കൂടെ പറയാം. ഇവിടെ നോക്കുക, ശ്രദ്ധിക്കാം. എച്ച് ടി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എച്ച് പിയിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഹൊറിസോണ്ടൽ ട്രേസ്. ഓക്കെ, ലൈൻ എക്സ്റ്റെൻഡ് ചെയ്താൽ എച്ച് പിയിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഹൊറിസോണ്ടൽ ട്രേസ്. ഓക്കെ, സോ ആക്ച്വലി ഈ ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടോപ്പ് വ്യൂ ഓഫ് ദാറ്റ് ട്രേസ്. ഓക്കെ, ആ എച്ച് പിയിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് അതാണ് ട്രേസ് എന്ന് പറയുന്നത്. സോ ഈ എച്ച് ടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ മാർക്ക് ചെയ്യുന്നതൊക്കെ ആക്ച്വലി ടോപ്പ് വ്യൂ ആണ്. അതിന്റെ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ, അതിന്റെ ഫ്രണ്ട് വ്യൂ കാണണമെങ്കിൽ ഈ പോയിന്റ് നേരെ എക്സ് വൈ ലൈനിലേക്ക് വി പിയിലേക്ക് പോയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നേരെ വി പിയിലേക്ക് പോയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓൺ എക്സ് വൈ ലൈനാണ്.
So HT ന്റെ പ്രൊജക്ഷൻ ഓൺ VP അതാണ് H dash. That we will get on XY line because HT is a point on HP. HT HP ലെ ഒരു പോയിന്റ് ആയത് കാരണം അതിന്റെ ഫ്രണ്ട് വ്യൂ XY ലൈനിലാണ് കിട്ടുക. Now vertical trace എന്ന് പറഞ്ഞാൽ നമുക്കത് VP യിലാണ് കിട്ടുന്നത് അല്ലേ? Okay. So vertical trace is actually a point on VP. So the top view of that point we will get on XY line. Okay, VT is actually a point on VP, and the top view of that point that we will get on XY line. അപ്പോൾ എങ്ങനെയാണ് ടോപ്പ് വ്യൂ VT ഉള്ള ഒരു പോയിന്റ് VP ഉള്ള ഒരു പോയിന്റ് ടോപ്പ് വ്യൂ നമ്മൾ അത് എന്ത് ചെയ്യുക, അത് HP യിലേക്ക് പറ്റുന്ന സമയത്ത് that will be on the XY line. So VT ന്റെ പ്രൊജക്ഷൻ ഓൺ HP അതാണ് ഇവിടെ V. That is top view of VT. So അതുകൊണ്ട് നമ്മൾ ഇതിനെ V എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുക. അതല്ല ആ നോട്ട്സിൽ ഞാൻ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും കൂടെ വായിച്ചു നോക്കുക. ഓക്കെ, നൗ ഒരു സൈഡ് ഹെഡിങ് എടുക്കാം. സൈഡ് ഹെഡിങ് ചെയ്താൽ മിഡ് പോയിന്റ് പ്രോബ്ലംസ്. Midpoint problems. Midpoint problems. Midpoint problems. Okay. So this the worth another type of question, different type of question. Usually location of one endpoint is always given. Okay, either product location of one endpoint A is this much distance above HP, this much distance in front of VP, or on HP in front of VP. ഒരു endpoint location എല്ലാ ക്വസ്റ്റ്യനും തന്നിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ ചെയ്ത പ്രോബ്ലം എല്ലാം നോക്കുക. Location of one endpoint is given. Okay, but in midpoint problems that may not be given. Location of one endpoint may not be given. Okay, instead of that they will be providing the location of midpoint of a line. Midpoint എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇതൊരു ലൈൻ ആണെങ്കിൽ അതിന്റെ കറക്റ്റ് സെന്ററിലുള്ള പോയിന്റ് അതാണ് അതിന്റെ മിഡ് പോയിന്റ്. ഓക്കെ, ആ മിഡ് പോയിന്റ് എത്ര ഡിസ്റ്റൻസ് എബോ HP ആണ്, എത്ര ഡിസ്റ്റൻസ് ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്, അതൊക്കെയാണ് നമുക്ക് തരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അത് ഫ്രണ്ട് വ്യൂവിൽ മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും മിഡ് പോയിന്റ് വരിക, ടോപ്പ് വ്യൂവിൽ ഇത് മിഡ് പോയിന്റ് ആയിരിക്കും. ഓക്കെ, സോ മിഡ് പോയിന്റ് നമ്മൾ സാധാരണ M എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. സോ M dash represents the front view of midpoint and M represents the top view of midpoint. Okay, so ഇത് അത്ര ടഫ് ആയിട്ടുള്ള ഒന്നുമല്ല. ഈ മിഡ് പോയിന്റ് പറഞ്ഞിട്ട് ടഫ് ആണെന്ന് വിചാരിക്കേണ്ട, സിമ്പിൾ ആണ്. ബട്ട് ആ കറക്റ്റ് പ്രൊസീജിയർ തന്നെ ചെയ്ത് പോകണം. ഓക്കെ, സോ റൈറ്റ് ഡൗൺ ദിസ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. The midpoint of a line AB, the midpoint of a line AB is 50 mm, 50 mm above HP. The midpoint of a line AB is 50 mm above HP, 50 mm above HP, and 30 mm in front of VP. 30 mm, 30 mm in front of VP. To stop. The line measures 80 mm. The line measures 80 mm, 80. The line measures 80 mm and is inclined at 45 degree to the HP. The line measures 80 mm, 80, and is inclined at 45 degree to HP and is inclined at 45 degree to HP and 30 degree to VP.
inclined at 45 degree to HP and 30 degree to VP. Draw its projections. Draw its projections. Draw its projections. Okay. So ഇവിടെ midpoint location തന്നിട്ടുണ്ട്. Midpoint location. Midpoint is 50 mm above HP and 30 mm in front of VP. So we can mark the location of midpoint as M dash 50 mm above X line. Okay, M dash 50 mm above X line and top of M 30 mm below X line. Okay, ഇത് എല്ലാവർക്കും മാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജസ്റ്റ് നമ്മുടെ എൻഡ് പോയിന്റ് മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്യാം. Now ഇവിടെ നമുക്ക് inclination of the line with HP and VP is given and true length of the line AB is given as 80 mm. Okay, so അങ്ങനെയാണെങ്കിൽ നമ്മൾ മിഡ് പോയിന്റ് എന്ന് ലൈൻ വരയ്ക്കുമ്പോൾ ഫുൾ ലെങ്ത്തിൽ വരയ്ക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. മിഡ് പോയിന്റ് എന്ന് പറയുന്നത് ലൈനിന്റെ മിഡ് പോയിന്റ് അല്ലേ, അവിടുത്തെ ഫുൾ ലെങ്ത്തിൽ വരയ്ക്കാൻ പറ്റില്ലല്ലോ. സോ ലൈനിന്റെ ഹാഫ് മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റൂ. സോ ഇവിടെ inclination of the line with HP is given as 45 degree. So 45 degree നമ്മൾ പ്രൊട്രാക്ടർ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് 45 degree ആംഗിൾ മെഷർ ചെയ്യാം. ഓക്കെ, 45 degree ആംഗിളിൽ ലൈനിന്റെ ഹാഫ് മാത്രം വരയ്ക്കാം. ലൈനിന്റെ ഹാഫ് മാത്രം വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ B1 dash എന്ന് മാർക്ക് ചെയ്യാം ബിക്കോസ് ഇറ്റ് ഇസ് ട്രൂ ലെങ്ത് ലൈൻ. സോ ഇത് 40 ആകുമ്പോഴേക്കും ട്രൂ ലെങ്ത് 80 ആണ്. അപ്പൊ അതിന്റെ ഹാഫ് മാത്രമേ വരച്ചത്, ബാക്കി ലെങ്ത് ഇതിന്റെ താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം 40 ആണ്. അപ്പോൾ ഫ്രണ്ട് വ്യൂവിലെ ട്രൂ ലെങ്ത് ലൈനായി. Okay, next in the top view also measure 30 degree. Top view 5 angle 30 degree ആണ്. So 30 degree angle measure ചെയ്യാം. ലൈനിന്റെ ഹാഫ് വരക, that is 40 mm. 30 degree 40 mm line ആണ്. So this is B2. Okay, true length line ആണ്. So same length further backward extend ചെയ്യാം. ഇത് A2 എന്ന് നെയിം ചെയ്യാം, ഇവിടെ A1 dash എന്ന് ചെയ്യാം. സോ ലൈനിന്റെ ഹാഫ് മാത്രം ആദ്യം വരയ്ക്കുക, ബാക്കി ലെങ്ത് ബാക്ക്വേർഡ് എക്സ്റ്റെൻഡ് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കി ഇത് എങ്ങനെയാണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഞാൻ അറ്റൻഡൻസ് ഒന്നുകൂടി എടുത്തിട്ട് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം.